ഹെഡ്ജിങ്, ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഹെഡ്ജ് എന്ന് വായിക്കരുത്, ഹെഡ്ജ്, HEDGE, ഹെഡ്ജ്. ഹെഡ്ജിങ് മീൻസ് വാട്ട്? ടു ഹെഡ്ജ് യുവർ ബെറ്റ്സ് എന്ന് ഇംഗ്ലീഷ് പറയും. ബെറ്റ്, ബേസിക്കലി ബെറ്റ് ചെയ്യുക. നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന എന്താണ്? ഹെഡ്ജിങ് ആണ്. അതുകൊണ്ടാണ് മോഹൻലാൽ വരുന്ന പരസ്യത്തിലെ കമ്പനിയുടെ പേരെന്താണ്? ഹെഡ്ജ് എന്നാണ്, അല്ലേ? കാര്യം സാമ്പത്തികമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ വരാറുണ്ട്. സോ ടു ഹെഡ്ജ് യുവർ ബെറ്റ്സ്. IELTS എന്താണ് ഹെഡ്ജിങ്? 100% ഉറപ്പിച്ച് കാര്യങ്ങൾ പറയാൻ പാടില്ല. ബിക്കോസ് IELTS is not a specialist examination. Rather, it is a generalist examination. അപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ 100% ഉറപ്പിച്ച് പറയരുത്. നമ്മളുടെ പല ടെൻസുകളും ഇൻക്ലൂഡിങ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയാലും ഫ്യൂച്ചർ ആയാലും ഒക്കെ പറയുമ്പോൾ 100% ഉറപ്പിച്ച് പറയുന്ന പോലെ ആയിരിക്കും. ബട്ട് മേ, കുഡ്, ഷുഡ്, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, മൊഡാൽസ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് 100% ഉറപ്പിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് വാട്ട് ഹെഡ്ജിങ് മീൻസ്. I hope that was an important tip. So thank you very much. Till we meet next time.